വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെജിറ്റബിൾ ബിരിയാണി. അതെ, അപ്പം ആരാണ് ഷെഫ്? അമ്മയാണ് ഷെഫ്. അപ്പം ഫസ്റ്റ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെജ് ബിരിയാണിക്ക്. നമുക്ക് ഇനി ഉള്ളി വഴറ്റണം അല്ലേ? എത്ര ഉള്ളി അമ്മ എടുത്തേ? 3 ഉള്ളി എടുത്തു. ഓക്കെ, 3 ഓണിയൻസ്. അതെ, ഇതും പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇനി നല്ലോണം വഴറ്റാം. ഇല്ലാത്തത് കാരണം സാമ്യമുള്ളത് കാരണം തവി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കുന്നു? ഇത് ഈ ചിരട്ടക്കൈയിൽ. ഇതാണ് നിഷ, സെക്കൻഡ് ഷെഫാണിത്. നമ്മുടെ ഫസ്റ്റത്തെ വ്ലോഗാണ്, അതും ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വെജ് ബിരിയാണി എല്ലാരും കാണിച്ചു തരാം നമുക്ക്. ഹലോ ഗായ്സ്, ഹായ്. കിട്ടും മേടിക്കണ്ട, യൂട്യൂബ് ചാനൽ ഇടും. ഉള്ളി വഴറ്റുമ്പോ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഉപ്പിടാൻ പോവുകയാണ് ഗൈസ്. ഇത്ര ഉപ്പാണ് ഇടുന്നത്, ബാക്കി പിന്നീടും. എല്ലാരും നോക്കി നിൽക്കുകയാണ് അമ്മയുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ. ഉള്ളി പേസ്റ്റ് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്. ഇത് ഞാൻ ജാറോട് കൂടി തന്നെ തട്ടുന്നു. അതെ, നല്ലോണം വഴറ്റുകയാണ്. ആ സ്മെല്ല് വരാൻ തുടങ്ങിയല്ലേ? നിഷാന്റി പറ, 2 വാക്ക് എന്റെ വ്ളോഗിനെ പറ്റി പറ നിഷാന്റി. അമ്മയാണ് ഇന്നത്തെ ഷെഫ്. വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഈ വ്ളോഗ് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. ഫുഡുകൾ ഉണ്ടാക്കിയിരിക്കും. അടുത്തതായിട്ട് അമ്മ എന്നാ? തക്കാളിയാണ്. തക്കാളി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അമ്മ എത്ര തക്കാളി യൂസ് ചെയ്തേ? 3 തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട് ഇതില്. ഇത് ഞാൻ കട്ടിംഗ് ബോർഡിൽ തന്നെ അങ്ങോട്ട് എടുത്തത് കഴിഞ്ഞു. ഓക്കെ, അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് തവിയല്ലാത്തത് കാരണം കുറച്ച് ഇളക്കാൻ പാടുണ്ട്. കുറച്ച് നിഷാന്റി എന്നൊരു സ്പൂൺ എടുത്ത് കൊടുക്കൂ. സ്പൂണ് അത് മീനൊക്കെ ഇത് മറച്ചിടാൻ ഉപയോഗിക്കുന്നത് കാരണം സാമ്യമുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ചിരട്ടക്കൈയിൽ. നാളെ എനിക്ക് എക്സാം ആണ്, എന്നിട്ട് ഞാൻ ഇവിടെ വ്ലോഗ് എടുക്കാൻ നിൽക്കുന്നു. ആ എഫേർട്ട് നിങ്ങൾ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്റെ വ്ലോഗ്. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് എടുത്തു വരുന്നതായിരിക്കും. എന്റെ മെഹന്തി അക്കൗണ്ടിലായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം ഇടാൻ പോകുന്നത്. കുറച്ച് വെജിറ്റബിൾസ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ. കുറച്ചേ ഉള്ളൂ അല്ലേ? കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഉരുളക്കിഴങ്ങ്. പെട്ടെന്നായതുകൊണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് വെജിറ്റബിൾസ്. അതെ, പെട്ടെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർക്കും. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതെ, ബിരിയാണി എന്റെ അടുക്കില്ല അമ്മേ. ഗൈസ്, ഇതാണ് ആ എല്ലാത്തിന്റെയും പാകം. എനിക്ക് ഇനി ഈ ഒരു സെക്ഷന്റെ വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പൊടി കിട്ടി ഗൈസ്. മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ ഒരു കൊച്ചിരി മുളക് പൊടി. 1/2 സ്പൂൺ മുളക് പൊടി. പച്ചമുളകിന്റെ എരിവുണ്ടാവും, അതുകൊണ്ട് മുളക് പൊടി അത്ര ഇട്ടാൽ മതി. എല്ലാം ലേശം. ലേശം
ഇതെല്ലാം എന്റെ കൈക്കണക്കാ. അതെ, അമ്മേന്റെ സ്പെഷ്യൽ വെജ് ബിരിയാണി. ഗരം മസാല പൊടി ഇത്രയേ ഉള്ളൂ. അയ്യോ, കണ്ടോ, ഇതാണ് സെക്കൻഡ് ഷെഫ്. ഇതെന്തോ സ്മെല്ലില്ല ഇതിന്. ചിക്കൻ മസാല ഇടുവോ അമ്മേ വെജ് ബിരിയാണിക്ക്? ഇത് ചിക്കൻ മസാല കുറച്ചിട്ട് അല്ലെ, എന്തായാലും ഒരു സ്മെല്ല് വേണ്ടേ. അത് ഇതില് ഗരം മസാലയും കൂടി ചേർത്തത് കാരണം കുറച്ചൊരു 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം നല്ലോണം എടുക്കുകയാണ് എല്ലാ മസാലയും ഇട്ടിട്ട്. അമ്മേന്റെ വഴട്ടിൽ കാണാൻ തന്നെ നല്ല രസമില്ലേ? ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ശേഷം കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട് ഞാൻ. അതെ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ നേരത്തെ, കുറച്ചുകൂടി ഇട്ടു. കൂടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്റെ ഫോൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം വെജിറ്റബിൾസ് കുറച്ച് വേവാനുള്ള അടച്ചു വെക്കുകയാണ് അടച്ചു വെക്കുന്നുണ്ട് ഗൈസ്. ഇനി എന്നാ അമ്മേ പ്ലാൻ? ഇനി ബിരിയാണി ഉണ്ടാക്കും. സഹായിക്കുന്നുണ്ട് രണ്ടാമത്തെ ഷെഫ്. നിഷാന്റെ ഒരു ഹായ് എല്ലാം പറ നിഷാന്റെ ഈ വ്ളോഗില്. എടുത്തു വെക്കടി പട്ട, ഗ്രാമ്പൂ, ഏല, മറ്റേ ഗൈസ് പാൻ ചൂടാക്കുകയാണ്. ഞാൻ ചൂടാക്കാം. ഓരോ സാധനങ്ങളുണ്ട്. 5 മിനിറ്റ് എല്ലാം ഇളപ്പാക്കുന്നതായിരിക്കും ഗൈസ്. 5 2 വാക്ക് പറഞ്ഞിട്ട് പോ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഇതാണ് 2 വാക്ക്. കഴിഞ്ഞ 2 വർക്ക് ഫിനിഷ്. നീ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കണം. ഫാൻസ് ചോദിക്കുമ്പോ ഞാൻ പറയണ്ടേ ആരാന്ന് ചേച്ചി? ഇത് അഞ്ജന ചേച്ചിയാണ്, ഇത് വന്ദന എന്നാണ് പേര്, അത് നിഷ എന്നാണ്. അങ്ങനെയല്ല, ഇത് അമ്മ എന്ന് പറയണം. അതെ വന്ദന എന്ന് പേര്. എന്തിനാന്ന് പേരില്ല, അമ്മ പേരില്ല. മാറ്റണം, അങ്ങനെ പറയല്ലോ. അന്നേരം പിന്നെ എനിക്ക് കമന്റ് ഭയങ്കര അതെ. ഇപ്പോഴേ നെഗറ്റീവ് അടിക്കുന്ന നിഷാന്തി. അല്ല നിശാന്തിക്ക് ഇതെല്ലാം കണ്ടിട്ട് പരിചയമുള്ളതുകൊണ്ട്, കമന്റ് എല്ലാം വായിച്ചിട്ട് പരിചയമുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാ നെഗറ്റീവ് കമന്റ് വരുവാന്നുള്ള കാര്യം. അതാണ് പറഞ്ഞത്. നെഗറ്റീവ് അടിക്കുന്നവര് നെഗറ്റീവ് അടിക്കുന്നവര് അമ്മേന്റെ പേരെന്താന്ന് ചോദിച്ചാലേ ഇനി പറയണ്ടോ? അതെയാ, എന്നാലും ഒന്ന് പറഞ്ഞു വെക്കുന്ന കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതെല്ലാം കണ്ടാൽ അമ്മേന്റെ പേരെന്നോ ഓ, അത് നമുക്ക് ഈ വീഡിയോ എത്തുമോ നോക്കാം ഗൈസ്. ഷെഫ്, രണ്ടാമത്തെ ഷെഫ് കൊടുക്കൂ നിഷാന്റി ഒരു തവി. ഓ മൈ ഗോഡ്, ആ സ്മെല്ല് കണ്ടോ ഗൈസ്? നല്ലോണം ആയിരിക്കുന്നു ഗൈസ്. നമ്മളൊരു പ്രൊഫഷണൽ അല്ലാത്തോണ്ട് തന്നെ അത്യാവശ്യം. അതെ, എത്ര പെട്ടെന്നാന്നറിയോ ബിരിയാണി ഉണ്ടാക്കി കഴിയുന്നത്? സിമ്പിൾ. പശു നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത്. ഓ, ഓക്കെ. 2 സ്പൂൺ പശു നെയ്യ് വെച്ച് 3 സ്പൂൺ. 3 സ്പൂണില്ല 2 സ്പൂൺ. അത് ഈ വാലായത് കാരണം സ്പൂണിനെ കൊണ്ട് കോരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വാലിനെ കൊണ്ടെടുത്തു. ഇപ്പൊ 2 സ്പൂൺ ഉണ്ടാവുന്ന വിചാരിക്കാം വയസ്സ്. എന്തെല്ലാം ഇട്ടത് അമ്മേ? ഇത് ഇളക്കാനൊരു സാധനം കിട്ടിയില്ല, ഇതിനെ കൊണ്ട് തന്നെ ഇളക്കാല്ലേ. ഓക്കെ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ടു ഗൈസ്. എല്ലാ ഫ്ലേവേഴ്സും ഇട്ടു. നല്ല സ്മെല്ല്. നല്ല സ്മെൽ ഉണ്ടല്ലേ പശു നെയ്യിൽ ഇതാക്കുമ്പോ? ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്തത്. ഒരു ഹായെല്ലാം പറയാം നിഷാന്റി. നിഷാന്റി സെക്കൻഡ് ഷിഫ്റ്റ് നോക്കിട്ട് പോവുകയാണ് എല്ലാം കറക്റ്റാണോന്ന്. നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. എത്ര അരി എടുത്തു? എത്ര ഗ്ലാസ് അരി എടുത്തു അമ്മേ? നിശാന്തിക്ക് മാത്രമേ അറിയാമോ. അളവില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഒരു 6 പേർക്ക് കഴിക്കേണ്ട ചോറ് ഈ ഒരു ഇതിലുണ്ട്. രാത്രിയിലേക്ക് ഉണ്ടാകുമായിരിക്കും. കുറവാപ്പ എടുത്തത് ഗൈസ്. ഇനി മിക്സ് ചെയ്യുകയാണ് അരി. അതിന്റെ അളവ് നമ്മള് ഒരു 3-4 ഗ്ലാസ് എടുത്തിട്ടുണ്ടാവും അല്ലേ? ഇല്ല, 4 ഇല്ല,
2-2.5 ഗ്ലാസ് ഉണ്ടാവുമായിരിക്കും. 2 ഗ്ലാസ് അരിയുണ്ട്. അരി ഉണ്ടാവും. നല്ലോണം ഇളക്കുകയാണ് ഇനി. ഇത് നമുക്ക് 5 പേർക്ക് തിന്നാനുള്ള ബിരിയാണി. ഞാൻ എന്റെ മുഖം ഇങ്ങനെ വണ്ടത്തിരി കൊണ്ടുപോയിട്ട് അതിനകത്തിട്ടല്ലേ. അമ്മ സുന്ദരിയാണ്, അമ്മേനെ കാണാൻ നല്ലുണ്ട്. അവളെ ഫുള്ള് ഫ്രണ്ട് ക്യാമറ, നമ്മളെ ഫുള്ള് ബാക്ക് ക്യാമറ. എന്താണ് അമ്മ ഒഴിക്കാൻ പോകുന്നത്? പതക്കുന്ന ചൂടുവെള്ളം. ചെറുക്കുകയാണ് ഗൈസ്. 3, 2, 3, 4, 5, 6, 7, 8, 9 ഗ്ലാസ്. ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തത്. അപ്പം ആ ലെവലിലാണ് വെള്ളം എടുത്തത്. ഈ വെള്ളം വറ്റുമ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അജയപ്പനും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് അമ്മേന്റെ ബിരിയാണിക്ക്. എല്ലാരും പൂച്ചകളെ പോലെ നിക്കുകയാണ്, കണ്ടോ? എല്ലാരും അടുത്തടുത്തുണ്ട്. ഉപ്പ് ഇടുകയാണ്. എത്ര അമ്മ ഇട്ടെ? ഒരു 2 കുഞ്ഞു സ്പൂണാണ് ഇടുന്നത് ഉപ്പ്. ഇനി വേണമെങ്കിൽ അമ്മ ഇടും അല്ലേ? അടക്കുകയാണ്. ഇത് ഇന്നെങ്ങാറ്റായി തീരുമാനിച്ചിട്ട് ഉപ്പ് കുറവാണ്. പീസ് കുറച്ചും കൂടി ഉപ്പിടണം. ചെറുനാരം മുറ്റിക്കുന്ന 1 സ്പൂൺ കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഇടാം. നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഈ വ്ളോഗ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് ബിരിയാണിന്റെ വ്ളോഗ് എന്റെ ഫോൺ കണ്ടാല് കിട്ടി. പക്ഷെ 2 സ്പൂണും കൂടി ആഡപ്പ് ആക്കുന്നുണ്ട്. 2 സ്പൂൺ ഇല്ലേ? 2 സ്പൂണിന്റെ 1 സ്പൂണ്. ആ സ്പൂണിന്റെ ഒരു ബാക്ക് സൈഡ് വെച്ചാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഇടാൻ കേട്ടോ. എന്താ ഗൈസ് മൂടണ്ടേ? ഗൈസ് ഞാൻ പ്രശ്നം പറ്റി. ഞാൻ നേരെ എടുത്തത് വ്ളോഗ്. നേരെയാണ് വ്ളോഗ് എടുത്ത് തിരിച്ചിട്ട് വെക്കുന്നത്. ഇത് ഉള്ളി വഴറ്റാം. ഈ ഉള്ളി നമുക്കിനെ വഴറ്റണം ഗൈസ്. ഇനി അമ്മ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി വഴറ്റൽ. നമ്മുടെ ചോറ് അലങ്കരിക്കാൻ. അതെ. എന്താണ് ഈ ബിരിയാണിനെ പറ്റി പറയാൻ 2 വാക്കുകൾ? ബിരിയാണിനെ കൊണ്ട് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. ആരാ ഉണ്ടാക്കുന്നല്ലേ? പ്രൊഫഷണൽ വന്ദന. ബിരിയാണി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവള് പാർസൽ ചെയ്ത് അയക്കുന്നതായിരിക്കും. അമ്മേന്റെ അച്ചാറിനെ പറ്റിട്ടും പറ. അമ്മേന്റെ അച്ചാർ അമ്മേന്റെ കൊറേ ഒന്നല്ലോ ഡിഷ്. അതെ, അതെ. ആ പ്രൊഡക്റ്റിനെ പറ്റി അമ്മ പറയാം. എന്തെല്ലാം പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്? ഞാൻ അങ്ങോട്ട് അയച്ചവർക്ക് സാമ്പാർ പൊടിക്കും. ഞാൻ ഇങ്ങോട്ട് അയച്ചെന്ന് 200 രൂപ സാമ്പാർ പൊടി, 50 രൂപ കൊറിയർ ചാർജ്. അമ്മേന്റെ പറ. അമ്മേന്റെ പ്രൊഡക്ട്സിനെ പറ്റി പറ. അമ്മക്ക് എന്തെല്ലാം പ്രൊഡക്ട്സ് ഉണ്ട് അതിനെ പറ്റിട്ട്? ഡിറ്റർജന്റ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ എന്താ ഡിഷ് വാഷ് ഉണ്ട്, പിന്നെ പലതരം അച്ചാർ. അമ്മേന്ന് ഉള്ളി അല്ലേ? ഒരു ഉള്ളിയാണ് കഴിച്ചത്. അതൊന്ന് ഗാർണിഷ് ചെയ്യേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ബിരിയാണിയില്. ഒരു ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഇതെന്നാന്നറിയോ? ഇത് ബിരിയാണിയാണ്. മസാല മാറ്റി വെച്ചല്ലേ? ഞാൻ മസാല കാണിച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇതാണ് മസാല. എന്താ ചേച്ചി ഒന്നും പറയാത്ത? 2 വാക്കുകൾ. സുഖല്ലേ ചേച്ചി? ഈ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഗൈസ് നമ്മള് വിചാരിക്കും ആ 10 ഗ്ലാസ് വെള്ളം കൂടുതലാന്ന്. പക്ഷെ അല്ല ഗൈസ്, കറക്റ്റ് ആയിരുന്നു. ഇനി വെള്ളം ഒഴിക്കണം, കുറച്ചും കൂടി വേഗണം. അങ്ങനെ കുറച്ചുകൂടി വേവാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഒരു 12 ഗ്ലാസ് ഉപയോഗിച്ചു. ചെറിയ ഗ്ലാസ് ആണ്, അതുകൊണ്ടാണ് അത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്.
അമ്മ പണ്ടൊരു പ്രൊഫഷണൽ ആണ്, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. പണ്ടൊരു ഒരു കേക്ക് കൊറോണ കാലത്ത് കേക്ക് ഉണ്ടാക്കുമായിരുന്നു, അത് നല്ല ഹിറ്റായിരുന്നു. ഇങ്ങനെ അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ അമ്മേ വ്ളോഗ് ചെയ്യാത്തത് കാരണം ആരും അറിഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഇനി എല്ലാം വരുന്നതായിരിക്കും നിങ്ങൾ ട്രെൻഡിങ് ആക്കിയാൽ. അടുത്തതായി ഞങ്ങളൊരു പുഡിങ്ങിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പുഡിങ്ങിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അതെ, അടുത്തതായത് പുഡിങ്ങിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പശുവൊന്നുമില്ല അല്ലേ അമ്മ ഇതാക്കുന്ന? വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി ഇല്ല, ഇതെല്ലാരും ഇങ്ങനെ തന്നെയാ ചെയ്യാം. എന്റെ വ്ളോഗിലെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ഓളെ മെഹന്തി. അതെ, മെഹന്തിയില്. അത് സാരമില്ല, എനക്കതൊരു വിഷയമേ ഇല്ല. കമന്റ് ബോക്സ് ഇതാക്കുന്നേ. ഇനി ബിരിയാണി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്. ഇതിനെ ഒന്ന് വഴറ്റി ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോ ബ്ലാക്ക് ആവും അല്ലേ? ബ്രൗണിഷ് കളർ ആകുമ്പം ഈ ബിരിയാണിയിലോട്ടേക്ക് ഇടുന്നതായിരിക്കും. എന്റെ എല്ലാ ഇതും കൂടി മിക്സ്ഡ് ആക്കുന്ന ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ബ്രൗണിഷ് ആവാൻ തുടങ്ങി കേട്ടോ. കാണാനേ കൊള്ളൂല അമ്മ. നിഷാന്റെ എല്ലാ കമന്റ് ബോക്സും വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ നിഷാന്റെ എല്ലാം അറിയാം, നിങ്ങൾ എന്ത് ചോദിച്ചാലും. നെഗറ്റീവ് കമന്റ്സ് ഗൈസ്, ഇത് വയറ്റി വരുന്നേ ഉള്ളൂ. ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആയി, കുറച്ചെല്ലാം ആയി. ഇനി കുറച്ചും കൂടെ ഒന്ന് വയറ്റിയാ കിട്ടും. ബിരിയാണി ആയി. അമ്മ ഇവിടെ ഹോം ടൂർ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലാഭം. ആ ടൈമിന് വീട് വൃത്തിയാക്കി തരും. ഈ വേഗം എടുത്തു ഹോം ടൂർ. അന്വേഷിക്കുന്നത് പൊള്ളി മസാലയിൽ കുറച്ച് മാറ്റി വെക്കുകയാണ് ഗീസ്. എന്തിനാ ബിരിയാണി ഗാർണിഷ് ചെയ്യും? ബിരിയാണി ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലിടാനാ? ഗൈസ്, ഇത് തലശ്ശേരി വെജ് ബിരിയാണി കേട്ടോ. ഓക്കെ ഗൈസ്, എന്താണ് എടുത്തത്? എന്തോ കട്ട്. ഇതെന്നാ സാധനം എന്ന് അറിയും നിങ്ങൾക്ക്? എന്താണ് അന്വേഷിച്ചത്? അത് എന്തോ പേര് പറയില്ല ഇനി. അത് ഞാൻ കാണിച്ചു കൊടുത്ത്. ഗൈസ്, ഇപ്പൊ ഗാർണിഷ് ചെയ്യുന്ന തിരക്കിലാണ്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം കാണിച്ചില്ല നിങ്ങൾക്ക്. ഓക്കെ, അതിങ്ങനെ പൊളിക്കും. സെറ്റ്. അത് പൊളിച്ചിന്റെ അതിന്റെ ഉള്ളിൽ കണ്ടോ? ഒന്നുകൂടെ പൊളിക്ക്. ഓക്കെ, ആ പൊളിക്കുന്ന ഒരു ട്രിക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് ആ സാധനം. പേര് നമ്മൾ ഓൾറെഡി കാണിച്ചു കൊടുത്ത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സാധനത്തിന്. ഒരു വൈറ്റ് ചോക്ലേറ്റ് ടേസ്റ്റ്. അതെ, നമ്മുടെ ബോഡി ലോഷൻ ഇല്ല, അതിന്റെ മണം. നല്ല ടേസ്റ്റ് ആണ്. ഷിയ ബട്ടർ ഉള്ള ബോഡി ലോഷന്റെ സ്മെല്ലാണ്. നമ്മൾ ഓരോ ചോറ് ഇടുമ്പോ ഓക്കെ, ഉള്ളിയാണ് അത് ഗാർണിഷ് ചെയ്യുന്നതാണ്. നേരത്തെ ഉണ്ടാക്കിയ ഉള്ളി. ഗൈസ്, ഈ ബിരിയാണി അടിപൊളിയാണ്. മണം തന്നെ കാണുമ്പോ മനസ്സിലാകും. ഗരം മസാലയുടെ കുറവുണ്ട്. കുറച്ചുകൂടി ഗരം മസാല വേണമായിരുന്നു ഗാർണിഷ് ചെയ്യുമ്പോൾ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഇല്ലൂ. ബാക്കി എല്ലാം സെറ്റാണ് ഗൈസ്. ആ മണം അല്ലേ, നിങ്ങള് തലശ്ശേരി വെജ് ബിരിയാണി തന്നെ. ഫൈനൽ ടച്ച് ആണ്. എന്തെങ്കിലും വേണം അമ്മേ? ഗൈസ്, ഇതില് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഇടാം. നമ്മൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ആരും കഴിക്കില്ല. മുന്തിരി ഒന്നും കഴിക്കൂല. നിങ്ങൾക്ക് വേണേ എല്ലാം അടപ്പാക്കാം കേട്ടോ, നിങ്ങളെ സ്റ്റൈലിൽ ഉണ്ടാക്കാം. കുറച്ചു നേരം ദം ചെയ്യാൻ ഇടുകയാണ്. പശു നെയ്യ്
ഒരു പകുതി പശു നെയ്യ് എന്തായാലും ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ കേട്ടോ. പശു നെയ്യില്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് ശരിയാ, നെയ്യ് ഇല്ലാണ്ട് അങ്ങനെ കുറച്ച് നെയ്യ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നെയ്യില്ലാതെ ഉണ്ടാക്കാം. അതെ, കണ്ടോ, കേട്ടോ കേട്ടോ. ഞാൻ നെയ്യില്ലാതെ ഉണ്ടാക്കലുണ്ട്. അനുജിമ്മ പോകുന്ന സമയത്ത് നെയ്യില്ലാണ്ട് കുറെ പ്രാവശ്യം ബിരിയാണി ഉണ്ട്. അനു ആരാന്ന് മനസ്സിലായോ ഗൈസ്? അനു എന്റെ മകൻ. മകൻ. അനു ഇപ്പൊ എവിടെയുള്ളത്? എവിടെയല്ല അമ്മേ? അനു നാട് വിട്ടുപോയില്ല. എവിടെയാണ് പോയത് അഞ്ചേച്ചി? ആട് വിട്ടുപോയി. എവിടെയാ പോയത് അമ്മേ? അനു ജർമ്മനി പോയി ഗൈസ്. ജർമ്മനി പോയി. നാളെ ഋത്തിക്കാരാ? മിസ് യു അനുട്ടാ. അനു ഇത് ലോകത്തിന്റെ എവിടെന്നെങ്കിലും കാണുകയാണെങ്കിൽ അനുവിനെ നമ്മള് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഒരു കുറവുണ്ട് അനുവേട്ടന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാരല്ല, കണ്ടോ. ഇനി ഒരു 5 മിനിറ്റ് ദമ്മിന് ഇരിക്കട്ടെ. റെഡി ആയിരിക്കുന്നു ഗൈസ്. ഞാനിത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോവാണ്. വെച്ച് ഗൈസ്, നല്ലില്ലേ? ഷോപ്പ് കിട്ടുന്ന പോലെ തന്നെ ഇല്ലേ? അതിന് തിന്നിട്ട് പറയാന്ന അഭിപ്രായം. തിന്ന് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം, ഗംഭീരം, അടിപൊളി.